ഗെയിൽ പൈപ്പ് ലൈൻ ജനുവരി 5 നാടിന് സമർപ്പിക്കുന്നു. സാധ്യമാകില്ല എന്ന് എഴുതിത്തള്ളിയ പദ്ധതിയാണ് പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത്. എറണാകുളം പുതുവൈപ്പിനിലെ ടെർമിനലിൽ നിന്ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വഴിയാണ് പൈപ്പ് ലൈൻ കർണാടകത്തിലെ മംഗളൂരുവിൽ എത്തുന്നത്. ആകെ 510 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നുപോകുന്നു. ഇതിൽ മുൻ സർക്കാർ പൂർത്തിയാക്കിയത് 40 കിലോമീറ്റർ മാത്രം. 2010 VS അച്യുതാനന്ദൻ സർക്കാരാണ് ഏകജാലക സംവിധാനം വഴി ഗെയിൽ പദ്ധതിക്ക് അനുമതി നൽകുന്നത്. സ്ഥലം ഏറ്റെടുപ്പിലെ പ്രശ്നങ്ങൾ കാരണം 2014 സെപ്റ്റംബർ 24 പദ്ധതി അവസാനിപ്പിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഗെയിലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോയി. ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കി ഭൂമിക്ക് ന്യായവിലയുടെ 50% നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിറക്കുകയും ചെയ്തു. പദ്ധതി പ്രകാരം പൈപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ ഭൂമി തിരികെ കർഷകന് ലഭിക്കും. സാധാരണ പോലെ അവർക്ക് കൃഷി ചെയ്യാം. നഷ്ടപരിഹാരവും കൃത്യസമയത്ത് നൽകി. പൈപ്പ് ലൈൻ വഴി പാചകവാതകം വീടുകളിൽ എത്തിക്കുന്നതാണ് 3620 കോടി രൂപ ചെലവുള്ള സിറ്റി ഗ്യാസ് പദ്ധതി. കൊച്ചി നഗരത്തിനു പുറമെ വടക്കൻ ജില്ലകളിലും സിറ്റി ഗ്യാസ് പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ കുറഞ്ഞ ചിലവിൽ തടസ്സമില്ലാതെ വീടുകളിൽ പാചക ഗ്യാസ് കണക്ഷനുകൾ നൽകാനാകും. നിറമോ മണമോ വിഷാംശമോ രാസപ്രവർത്തന ശക്തിയോ ഇല്ലാത്ത ദ്രാവകമാണ് LNG. പെട്രോളിയം ഗ്യാസ് സിലിണ്ടറിനേക്കാൾ പല മടങ്ങ് സുരക്ഷിതമാണ് പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി. വീട്ടിൽ ഉപയോഗിക്കുന്ന LPGയേക്കാൾ ഭാരം കുറവായതിനാൽ ചോർച്ച ഉണ്ടായാലും നിലത്ത് തളം കെട്ടി നിൽക്കാതെ അന്തരീക്ഷത്തിലേക്ക് എളുപ്പം അലിഞ്ഞു ചേരുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും. പ്രകൃതിവാതകം മൂലം മണ്ണിന് ഒരു നാശവും സംഭവിക്കില്ല. സാധാരണ ലഭിക്കുന്ന ഇന്ധനവാതകത്തേക്കാൾ 30% വിലക്കുറവിലാണ് പ്രകൃതിവാതകം ലഭിക്കുന്നത്. മീറ്റർ റീഡിംഗ് പ്രകാരമാണ് ഗ്യാസിന്റെ ബില്ലടക്കേണ്ടത്. 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ശരാശരി പ്രതിമാസ ചിലവ് 300 രൂപയായാണ് കണക്കാക്കിയിരിക്കുന്നത്. ഗ്യാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് 24 മണിക്കൂറും യാതൊരു തടസ്സവും കൂടാതെ ഗ്യാസ് അടുക്കളയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തന്നെയുമല്ല, ഇത് വളരെ അപകടം കുറഞ്ഞ ഗ്യാസാണ്. ഇവിടെ തന്നെ എന്റെ വീട്ടിൽ തന്നെ പലപ്പോഴും ഗ്യാസ് ലീക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അപകടം ഉണ്ടാവാതെ ആ ഗ്യാസ് എത്രയും പെട്ടെന്ന് തന്നെ ലീക്കായിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഒന്ന്, ഇതിന്റെ ലാഭം. നമ്മൾ സാധാരണ LPG ഗ്യാസ് ഉപയോഗിക്കുന്നതിനേക്കാളും ലാഭകരമാണ് ഈ നാച്ചുറൽ ഗ്യാസിന്റെ ഉപയോഗം. വാഹനങ്ങൾക്ക് CNG ലഭിക്കുന്നതോടെ ഇന്ധന ചെലവ് 20% കുറയും. 53 രൂപയുടെ വാതകം ഉപയോഗിച്ചാൽ വാഹനങ്ങൾക്ക് 50 കിലോമീറ്ററോളം സഞ്ചരിക്കാം. ഓട്ടോ ടാക്സി മേഖലയിലുള്ളവർക്ക് പ്രകൃതിവാതകം ഉപയോഗിച്ച് ലാഭകരമായി വാഹനം ഓടിക്കാം. മുമ്പ് ഡീസൽ വണ്ടിയായിരുന്നു. CNG എന്താണ്, ഒരു ദിവസം അടിച്ചാൽ പിന്നെ ദിവസം അടിക്കണ്ട. CNG വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഗുണമുണ്ട്. ആദ്യം പെട്രോൾ അടിച്ചിട്ട് നമ്മളെ ഊപ്പാട് പെട്ടു. ഇപ്പോൾ CNG ആയപ്പോ നമുക്ക് മെച്ചമാണ്. CNG വളരെയധികം ലാഭകരമാണ്. നമുക്ക് ഏകദേശം ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ 140 കിലോമീറ്റർ വരെ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാം. സിറ്റിയിലാണെങ്കിൽ ഏകദേശം 90 കിലോമീറ്റർ വരെയും കിട്ടും. മലിനീകരണം സൃഷ്ടിക്കുന്ന ഇന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ് പ്രകൃതി സൗഹൃദ ഇന്ധനമായ LNGയുടെ വ്യാപനത്തിലൂടെ സാധ്യമാകുക. ഇന്ധനക്ഷമത ഇരട്ടിയോളം വർദ്ധിക്കും. പദ്ധതി മുഴുവൻ ശേഷിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടെ 500 മുതൽ 720 കോടി വരെ സംസ്ഥാനത്തിന് നികുതി വരുമാനം ലഭിക്കും. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും സാമ്പത്തിക മുന്നേറ്റത്തിനും വഴിയൊരുക്കുകയാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി. ഒരു പതിറ്റാണ്ട് കാലത്തോളം ഇഴഞ്ഞു നീങ്ങി ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ നാട് കടപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന കാഴ്ചപ്പാടിനോടും ഇച്ഛാശക്തിയോടുമാണ്.